ഹലോ, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ചൂടുള്ളൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രാവിലെ എഴുന്നേറ്റതാണ്. സത്യത്തിൽ ഇന്ന് മോനാണ് ആദ്യം എഴുന്നേറ്റത്. എന്നിട്ട് അവൻ എന്നെ നേരത്തെ ഇവിടെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ സമയം. എന്നിട്ടും പുറത്തുള്ള വെയിൽ കണ്ടോ? ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നേ. ഇങ്ങനെ ഇപ്പം ദിവസങ്ങളിങ്ങനെ പോകും തോറും വെയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ രാവിലെ വരികയാണല്ലോ. രാവിലെ തന്നെ ഞാൻ ഫോണെടുത്ത് നോക്കിയപ്പോഴേക്കും 30, 31, 32 ഡിഗ്രിയൊക്കെയാണ്. പൊതുവേ നമുക്കതിവിടെ ഉച്ച സമയത്തൊക്കെയാണ് ആ ഒരു വെയിലും ചൂടുമൊക്കെ വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ അത് നേരത്തെയാണ് വരുന്നത്. എന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും ഒരു 34, 35 അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇരിക്കാനും പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാനിങ്ങനെ ജനലൊക്കെ തുറക്കുമ്പോൾ കണ്ണടിച്ച് പോവുക. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച്, ദൈവമേ ഇന്നിനി എങ്ങനെയായിരിക്കും ചൂട്, ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. അടുക്കളയിലാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഫാൻ ഇടാൻ പറ്റില്ല. മേളിൽ നമുക്ക് ഫാൻ ഇടാം, പക്ഷേ അവിടെ ഇട്ടാലും നമ്മൾ ഫാനിട്ട് കഴിയുമ്പോഴേക്കും ഈ ഗ്യാസ് ഓഫായിക്കൊണ്ടിരിക്കും. പിന്നെ സൈഡിൽ നമുക്ക് ഫാൻ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അതും പാടാണ്. കാരണം എപ്പോഴും അടുപ്പിൽ എന്തെങ്കിലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പം നമുക്ക് അതെന്തെങ്കിലും ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ അടുക്കളയിൽ തന്നെ നിന്ന് ഫാനൊക്കെ കൊണ്ട് പതുക്കെ ചെയ്താലും മതി. പക്ഷേ എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ അധികം ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ ഫാനൊന്നും കൊണ്ട് വെക്കാനൊന്നും നിന്നിട്ടില്ല. കയറിയപ്പോൾ തൊട്ടേ ഇങ്ങനെ വിയർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പൊതുവേ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എൻ്റേത് ഭയങ്കര ഡ്രൈ ടു നോർമലാണ്, കൂടുതലും ഡ്രൈ ആണ്. പക്ഷേ ഈ ചൂടത്ത് ഞാൻ വിയർത്ത് എൻ്റെ ശരീരത്തിലുള്ള ഓയിലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ സ്കിൻ ഇപ്പോൾ കണ്ടാലും ഓയിലി സ്കിന്ന് പോലെ, ഞാൻ ഓയിൽ തേച്ചിട്ടതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ മോൻ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഞാൻ വേഗം ആദ്യം ചായയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അത് വേഗം തണുപ്പിച്ച് അവന് കൊടുക്കണം. മോന് പൊതുവേ രാവിലെ എഴുന്നേക്കുന്ന ദിവസം ഇച്ചിരി വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചായ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം ചായയൊക്കെ ഇട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ഇരിക്കുന്നിടത്ത് പൊതുവേ ഒരു 9 മണിയൊക്കെ കഴിയണം വെയിൽ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, രാവിലെ തന്നെ ആ ഒരു സൈഡിലോട്ട് വെയിലൊക്കെ അടിച്ചിട്ട് ആകെ അവരും ചൂടെടുത്താണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വേഗം നിന്ന് അവരെ അങ്ങ് തുറന്നു വിടാമെന്ന് വിചാരിച്ചു. അകത്തിങ്ങനെ എപ്പോഴും വെയിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അകത്ത് ചൂടായിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയൊക്കെ നടക്കുമ്പോൾ ആ ഒരു പ്രശ്നം കാണില്ല. അങ്ങനെ ഞാൻ വേഗം തന്നെ അവരെ തുറന്നൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വളർന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കോഴിയുണ്ടല്ലോ, ഇവൻ എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ അപ്പോൾ അതിനെ പേടിപ്പിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ പേടിപ്പിക്കാൻ പറഞ്ഞെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് കമ്പൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറിയതാണ്. ഇനി അവർ അവിടെ കളിയൊക്കെ ആയിട്ട് നിന്നോളും. കോഴി ഇപ്പോൾ ഇച്ചിരി ഒന്ന് വളർന്നതിൻ്റെ അഹങ്കാരം അവനുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വന്ന് കോഴികൾ ഫുഡൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തുറന്നു വിടുന്നതുകൊണ്ട് രാവിലെ അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം ഞാനിങ്ങനെ അരിയൊക്കെ വേവിച്ച് ഇട്ടേക്കും കേട്ടോ. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയാണ്. അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചിട്ട് അവരുടെ തീറ്റയൊക്കെ വെച്ച് കുഴച്ച് മിക്സാക്കി അവർക്ക് വെച്ച് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് അവർ ഒരു ദിവസത്തേക്കുള്ള ഇത്ര അരിയെന്ന് പറഞ്ഞ് ഞാൻ ഇടും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഫുഡ് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് നിന്നു. അപ്പോൾ ഇന്നെനിക്ക് വലിയ പണിയൊന്നും ബ്രേക്ക്ഫാസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാരണം തലേ ദിവസം ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഞാൻ അന്നത്തെ ദിവസത്തേക്ക് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ തണുപ്പൊക്കെ മാറിയപ്പോഴേക്കും എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ദോശ ചൂടാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ദോശയായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ദോശക്കല്ലൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇത് നമുക്ക് നെയ്യൊക്കെ ഇട്ടിട്ട് ഒരു നെയ്യ് ദോശ പോലെ ഉണ്ടാക്കുക. റോസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. എനിക്ക് പൊതുവേ നെയ്യ് റോസ്റ്റ് അത്ര ഇഷ്ടമല്ല. കാരണം അത് പേപ്പർ പോലെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൊടുക്കുമ്പോഴേക്കും അവർക്ക് വയറ് നിറഞ്ഞോ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇച്ചിരി കട്ടിക്കുള്ള ദോശയിൽ നെയ്യൊക്കെ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെള്ളം രാവിലെ ആണ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചത്. അല്ലെങ്കിൽ പൊതുവെ തലേ ദിവസം ഞാൻ തിളപ്പിച്ച് വെക്കാറുണ്ട്. ഇപ്പോൾ ചൂടും കൂടെ ആയതുകൊണ്ട് നല്ല ചിലവുമാണ്. പക്ഷേ ഇന്നലെ ഞാനങ്ങ് മടിച്ചു. അപ്പോൾ അതുകൊണ്ട് രാവിലെ അതും എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ദോശയൊക്കെ ചൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നെയ്യ് ഇച്ചിരി കട്ടി കൂടുതലായിരുന്നു. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു അടുപ്പ് ഒഴിഞ്ഞിട്ട് വേണം എനിക്ക് നെയ്യൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ദോശയിൽ ഇടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഞാൻ കട്ടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ സ്പൂൺ എടുത്ത് വെച്ച് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഇടുമ്പോഴേക്കും ഒരുപാട് നെയ്യ് വീണ് പോകുന്നുണ്ട്. അപ്പോൾ സാമ്പാർ പിന്നെ തിളച്ച് കിട്ടിയപ്പോഴേക്കും ഞാൻ അതിനെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ നെയ്യും കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മോൻ രാവിലെ തന്നെ എഴുന്നേറ്റതിൻ്റെ ഒരു പിണക്കമാണോ എന്താണെന്നറിയില്ല, ആളിച്ചിരി ഒന്ന് മൂടിയായിരുന്നു കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ നടന്ന് എൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ പോയി TV ഇട്ട് കൊടുത്തിട്ടോ എന്തെങ്കിലും താറാവിൻ്റെ അടുത്ത് കളിക്കാൻ പറഞ്ഞിട്ടോ ഒന്നും ആൾക്കത്ര ഇതില്ല. കുറച്ചൊന്ന് മാറി നിൽക്കും, വീണ്ടും എൻ്റെ അടുത്ത് വരും, അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ വരുന്നെങ്കിൽ എടുക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ മോൻ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു വേഗം എല്ലാ പണിയും തീർത്ത് വെച്ചാൽ അവൻ വന്നാൽ കുറച്ച് സമയം എനിക്ക് എടുത്ത് വെച്ചേക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചടപടയിൽ നിന്ന് ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ പൊതുവെ എണ്ണം നോക്കി കഴിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ഒരു തവി ഒഴിക്കാനെടുത്ത് 2 തവി മാവൊഴിച്ചൊക്കെ ദോശ ഇട്ട് കൊടുക്കും. അതിവിടെ ആർക്കും അറിയില്ല. അപ്പോൾ അവർ എണ്ണം നോക്കി ഇപ്പോൾ 2 ദോശയാണ് കഴിക്കുന്നതെങ്കിൽ അവർ കഴിക്കുന്ന ദോശയുടെ മാവ് 4 ദോശയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ പറ്റിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ചോറിനുള്ള അരിയൊക്കെ കഴുകിയൊക്കെ എടുത്ത് അതും അടുപ്പിലോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഇറക്കി വെച്ചാൽ എനിക്ക് നേരത്തെ വാർത്തെടുക്കാം. പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ലായിരുന്നു, എന്നാലും നമുക്ക് നേരത്തെ വാർത്തെടുത്ത് അത്രയും നേരത്തെ വെളിയിൽ ഇറങ്ങാമല്ലോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളം പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശക്കല്ലും ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു.
മോൻ്റെ കൈ കുറച്ച് കാര്യമായിട്ട് പൊള്ളി. അവനിങ്ങനെ ഈ 4 വിരൽ 2 കൈയിലും 2 വിരൽ വെച്ചിട്ട് 4 വിരലിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ പൊള്ളിപ്പോയി. അത് സംഭവം ഞാൻ ദോശ ഇട്ടിട്ട് ഇവിടെ കല്ലെടുത്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിനെടുത്ത് സിങ്കിൽ ഇടാൻ വേണ്ടി ഇങ്ങനെ എടുത്തിട്ട് പോയ സമയത്ത് ആ ചട്ടുകം തറയിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ പെട്ടെന്ന്, ഞാൻ ശ്രദ്ധിച്ചില്ല, മോൻ പെട്ടെന്ന് ഇങ്ങനെ അതെനിക്ക് എടുത്ത് തരാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഓടിച്ചെന്ന് അതിനെ പിടിച്ചപ്പോൾ മോനെ കൈ പൊള്ളി. അപ്പോൾ നമ്മൾ തേനൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അത് ആ കല്ലിലിരുന്നത് കൊണ്ട് തന്നെ ആ ചട്ടുക ഇച്ചിരി നന്നായിട്ട് പഴുത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂട് ഞാൻ എടുക്കല്ലേ എന്ന് പറയാൻ വേണ്ടി തിരിയുന്നതിന് മുന്നേ തന്നെ ഇവൻ അമ്മ വീണു എന്ന് പറഞ്ഞിട്ട് വന്ന് അതിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും കുഞ്ഞ് കൈയല്ലേ, അത് വേഗം തന്നെ ഒന്ന് പൊള്ളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സമയം നമ്മൾ വെള്ളമൊക്കെ കാണിച്ച് കഴുകി പിന്നെ തേനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോന് നന്നായിട്ട് നീറ്റലുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ കൊണ്ട് രണ്ടുപേരും മാറി കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ അതിൻ്റെ പിറകെ പോയിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ചേട്ടനുള്ള ഫുഡും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മോൻ ഒരു 5-6 ദോശ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അപ്പോൾ തന്നെ രാവിലെ ഒരുപാട് കരഞ്ഞല്ലോ. അപ്പോൾ കരഞ്ഞ് ചേട്ടൻ്റെ ദേഹത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോയി കട്ടിലൊക്കെ കിടത്തിയിട്ട് വീണ്ടും അടുക്കളയിൽ വന്നു. അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇനി ഉച്ചത്തേക്കുള്ള കാര്യങ്ങളെല്ലാം തീർത്തിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉറങ്ങുന്നത് കൊണ്ട് ഒന്നുകൂടെ ഞാൻ തേനൊക്കെ തേച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തേൻ ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് വലിഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇല്ലായിരുന്നെങ്കിൽ നന്നായിട്ട് അത് പൊട്ടി വന്നേനെ കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് പൊള്ളലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് ആദ്യം ഞാൻ മുരിങ്ങയ്ക്കായ ഇരുന്നതുകൊണ്ട് അതെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അത്ര വലിയ മുറ്റിയ അതൊന്നുമല്ല, ചെറിയ ഇളമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ വേവിച്ചെടുക്കാം. ഇച്ചിരി നല്ല നിന്ന് മുറ്റി വന്നതാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വെന്ത് കിട്ടുമേ. അപ്പോൾ അത് എല്ലാം കൂടെ അരിഞ്ഞൊക്കെ ഞാൻ വേവിക്കാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നത്തോലി മീനാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി കുറച്ചധികം മീൻ ഒന്നിച്ച് വാങ്ങിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിനെ എടുത്ത് കറി വയ്ക്കാൻ നിന്നാൽ ആരും കഴിക്കില്ല. അപ്പോൾ അതിനേക്കാളും വറുത്ത് ഇച്ചിരി ഒന്ന് മുരിച്ചെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അവിടെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് വേഗം മീൻ ഇവിടെ വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. കാരണം മോൻ്റെ കൈ ഇങ്ങനെ പൊള്ളിയല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ലെന്നോ അല്ലെങ്കിൽ ഞാനൊന്ന് അപ്പോൾ തന്നെ കുനിഞ്ഞെടുത്തിരുന്നെങ്കിൽ അത് പൊള്ളില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ എനിക്ക് മനസ്സിലായി. നമുക്കല്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വന്നാലും നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനതുകൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ചെയ്ത് തീർത്തിട്ട് മോൻ്റെ അടുത്ത് പോയി ഇരിക്കാം എന്നുള്ള ഇതിലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ടായിരുന്നു. ആൾ ഉറക്കമായതുകൊണ്ട് തേൻ ഇടാനൊക്കെ നല്ല ഇതായിരുന്നു കേട്ടോ. അല്ലാതെ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ മോന് ഭയങ്കര പിണക്കമായിരുന്നു, നീർന്നു വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉറങ്ങി കിടക്കുന്നത് കൊണ്ട് എന്തായാലും അത്ര കുഴപ്പമില്ലാണ്ട് അതൊന്ന് വലിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പൊങ്ങി നിന്നതൊക്കെ ഒന്ന് താഴ്ന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചുവപ്പ് കളർ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോൾ തന്നെ പിന്നെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ മീനൊക്കെ ഒന്ന് മസാലയൊക്കെ പുരട്ടി അത് എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. അവൻ എഴുന്നേക്കോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു അന്നത്തെ ദിവസം മൊത്തം. എനിക്ക് ജോലി ചെയ്ത് തീർക്കുന്നത് വരെ. പിന്നെ അവന് പിണക്കമാണോ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അവന് കൈ വേദന എടുക്കും, അങ്ങനെയൊക്കെയുള്ള ആകെ ഒരു വിഷമിച്ച കുറേ സമയമായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ ഇവനെ ഉറങ്ങി കിടത്തിയിട്ട് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആളും. അപ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അഥവാ പിണങ്ങിക്കൊണ്ടാണോ എഴുന്നേക്കുന്നത്, എങ്ങനെ എഴുന്നേക്കുമെന്ന് അറിയാനും വയ്യ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെപ്രാളമായിരുന്നേ. അങ്ങനെ മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ തോരനുള്ള അരപ്പുമൊക്കെ ചേർത്ത് അതും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ട് ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റി. എന്നിട്ട് ആ പാത്രം ഞാൻ അപ്പം തന്നെ ഒന്നും പറ്റാണ്ട് കൊണ്ടുപോയി സിങ്കിലിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ അതും അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇനി അവൻ ഉറക്കമാണ് എന്നാലും എൻ്റെ മനസ്സിൽ ആ ഒരു ഇതായിരുന്നതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ആ പാത്രങ്ങളൊക്കെ കൊണ്ട് സിങ്കിലിട്ട് അപ്പം തന്നെ കഴുകിയെടുത്ത് കൊണ്ടുപോയി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ രാവിലത്തെ ഒരു പുകിൽ. സത്യം പറഞ്ഞാൽ ഞാനൊരു 11 മണിയൊക്കെ അകത്ത് എങ്ങനെയെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ മണി 11 അപ്പോൾ ഇനി ഒരു കറി കൂടെ സെറ്റാകണം. അപ്പോൾ കുറച്ചധികം പച്ചമുളക് ഇരുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ട് മോര് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് 2 രീതിയിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് എണ്ണയിലിട്ട് ചെറിയ രീതിയിലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ നല്ല രീതിക്ക് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും ഫ്ലോപ്പായിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ആ പച്ചമുളകിൻ്റെ ഒരു പച്ച നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ 3ാമത്തെ ടൈപ്പ് ഇവിടെ ചെയ്ത് നോക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ നടുകെ ഇങ്ങനെ കീറിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൻ്റെ ഉള്ളിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ആവി കയറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഒരു സമയത്ത് ഒരു നല്ല മണമൊക്കെ വന്നപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര അങ്ങോട്ട് വെന്ത് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവി കയറ്റാൻ വേണ്ടി വെച്ചു. എന്നിട്ട് ഞാൻ മോര് കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ട്
എല്ലാം അടുപ്പിലോട്ട് വെച്ചു. എന്നിട്ട് ഈ പച്ചമുളക് നമ്മൾ അതിൻ്റെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതിലൊരു വെള്ളം ഇങ്ങനെ ഊറി ഇറങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ, ആ വെള്ളത്തോടെ നമ്മൾ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോഴേ ഈ നമ്മൾ മോര് കറി വയ്ക്കുമ്പോൾ നല്ല ഒരു മുളകിൻ്റെ നല്ലൊരു മണമായിരിക്കും. അപ്പം ഞാനത് നന്നായിട്ട് ചേർത്ത്, പൊടി ചേർത്തത് കൂടുതലായിട്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർത്തത് കേട്ടോ. ഞാൻ പൊതുവേ ഇവിടെ ഒരു ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ പച്ചമുളകിൽ കൂടെ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞപ്പൊടി കൂടുതലായിട്ട് ചേർത്ത്, പിന്നെ ഒരല്പം കായം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തപ്പോഴേക്കും നല്ല മണമായിരുന്നു കേട്ടോ അടുക്കളയ്ക്കകത്ത്. അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ നേരെ മോൻ്റെ അടുത്തോട്ട് വിട്ടു. മോൻ നല്ല ഉറക്കമാണ് അപ്പോഴും. എനിക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ പാവം തോന്നുകയാണ്. അപ്പോൾ അവൻ കരഞ്ഞാണല്ലോ ഉറങ്ങിയത് എന്നുള്ളൊരു വിഷമമായിരുന്നു. ഒന്നാമത് നന്നായിട്ട് ഫുഡ് കഴിച്ചില്ല ഇന്ന്. ഈ ഒരു സംഭവം ആയതുകൊണ്ട് അവന് വിശപ്പുണ്ടായിരിക്കും, വയറൊക്കെ ഇങ്ങനെ ഒട്ടിക്കിടക്കുക. അങ്ങനെ കുറേ സമയം അവൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ആശൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ പുറത്തൊക്കെ കൊണ്ടുവന്ന് ആൾക്ക് കൈ പൊള്ളിയ ഒരു കാര്യം ആൾ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിലിരുന്ന് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവനുള്ള ഫുഡും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. നേരത്തെ ഞാനൊന്ന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചോറൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് ഹാളിലൊക്കെ നിർത്തി ടി വിയൊക്കെ ഇട്ട് അവിടെ നിർത്താമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് നിൽക്കാനേ പറ്റുന്നില്ല. എനിക്കിനി വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിന്ന് ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉണ്ട്. അപ്പോൾ കുളിക്കാനും പറ്റുന്നില്ല. ഇനി കുളിച്ചാൽ ഞാൻ വീണ്ടും കുളിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവന് ടി വിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പം ഞാൻ ചോറ്, നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ, പിന്നെ മുളക് മോര് കറി, പിന്നെ മീൻ പൊരിച്ചത്, പിന്നെ അച്ചാർ, മാങ്ങ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോര് കറി, നല്ല മുളക് മോര് കറി ആയതുകൊണ്ട് ഞാൻ അച്ചാർ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് കുറച്ച് സമയം കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു. വെയിൽ താഴുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു 4 മണിക്ക് ശേഷമാണ് ഞാൻ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഇതിപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ര ഭയങ്കരമായിട്ടുള്ള പൊടി ഇല്ല എന്നാൽ ഉണ്ട്, അങ്ങനെയാണ്. പിന്നെ മുറ്റമാണെങ്കിൽ എപ്പോഴും ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. അത് എപ്പോഴും നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണം. രാവിലെ മുതൽ രാത്രി വരെ അടിച്ചുകൊണ്ടിരുന്നാലും ഈ ഇല ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരിടത്ത് അടിച്ചു കൂട്ടിയിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം പാമ്പും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് ഒരു ശകലം ഇല കിടന്നാൽ തന്നെ എനിക്ക് പേടിയാണ് കേട്ടോ. ഓരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടില്ലേ വന്ന് ഇലയുടെ അടിയിലൊക്കെ ചുരുണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഡെയിലി ഇങ്ങനെ അടിച്ചു കൂട്ടി ഒരല്പം പോലും ഒരിടവും കിടക്കാണ്ട് എല്ലായിടും ഇങ്ങനെ ക്ലീനാക്കി കൊണ്ടുവരാണേ പുറത്തൊക്കെ. അപ്പോൾ എല്ലാം കൂടി ഇന്ന് ഞാൻ ഒരിടത്തിട്ടങ്ങ് കത്തിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒരിടത്തിട്ട് കത്തിക്കാനുള്ള ഇലയാണ് ഉള്ളത്. ഇതിപ്പോൾ പലയിടത്താക്കി ഇടുമ്പോഴേക്കും കുറച്ച് ഇലയാവും, മറ്റതും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഒന്നിച്ച് കിടന്ന് കത്തുമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം നന്നായിട്ട് നോക്കി അടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചുരുങ്ങിയിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഞാനൊന്ന് കമ്പൊക്കെ എടുത്ത് വെച്ച് അടിച്ചും ഒക്കെ നോക്കി എന്തെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇറങ്ങി പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. തൊട്ടപ്പുറത്തുള്ള പറമ്പ് കാടാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, മൊത്തം ഇലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മളെന്തോ ഒരു സാധനത്തിന് അവിടെ കണ്ടിട്ടും ഉണ്ടായിരുന്നു. ചെറുതായിരുന്നു കേട്ടോ, ഇലയുടെ ഇടയിൽ ഇരിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് അത് ഓടുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണ് നമുക്ക് ഇച്ചിരി ദൂരെ നിന്നിട്ട് നോക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് അത് കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പുറത്തെ പറമ്പ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും നമുക്കെങ്കിലും ഇവിടെ വൃത്തിയാക്കി ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്ന വേസ്റ്റും സാധനങ്ങളും എല്ലാം പിന്നെ എടുത്ത് ഇടുന്നുണ്ടായിരുന്നേ. പിന്നെ വീടിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കിടന്നിട്ട് ഉണ്ടെങ്കിൽ ഒക്കെ നോക്കി എല്ലാം എടുത്തുകൊണ്ട് വന്ന് എല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 തുണിയൊക്കെ ഞാൻ കത്തിക്കാൻ വേണ്ടി മാറ്റിയിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കത്തിച്ചു. പിന്നെ ഇപ്പോൾ കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഇലയൊക്കെ എപ്പോഴും ചിക്കി നടക്കുന്നത് കൊണ്ടും അധികം അങ്ങനെ ഒന്നും വന്നിരിക്കാറില്ല. ഇടയ്ക്കൊരു ചേര വന്നിട്ടുണ്ടായിരുന്നു. അതും അത്ര വലിയതല്ല, എന്നാൽ തീരെ കുഞ്ഞുമല്ലാത്തൊരു ചേര വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഒരു ദിവസം വന്നിട്ട് അപ്പം തന്നെ അങ്ങ് എന്നെ കണ്ടിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പുറത്ത് കിടന്ന ആ സാധനം നമ്മൾ എന്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ടും കല്ലെടുത്തെറിഞ്ഞിട്ട് ഓടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുറകു സൈഡിലെല്ലാം നന്നായിട്ട് അടിച്ചതിന് ശേഷം ഫ്രണ്ട് സൈഡും നന്നായിട്ട് തന്നെ അടിച്ച് എടുത്തു. 2 സൈഡും അടിച്ചിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ അപ്പുറം ഇപ്പുറം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയ നമ്മൾ വൃത്തിയാക്കി ഇട്ടാലേ നമ്മുടെ വീട്ടിലെന്തെങ്കിലും വരാതിരിക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മുടെ ഫ്രണ്ടൊന്നും വൃത്തിയാക്കാണ്ടൊക്കെ ഇട്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ വന്ന് കയറും, പ്രത്യേകിച്ച് കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഞാൻ എല്ലാം അടിച്ചതിന് ശേഷം ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. ഒന്ന് ശരീരമൊക്കെ ഒന്ന് തടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം ഇരുന്ന് അതിന് ശേഷമാണ് പിന്നെ തുടയ്ക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ എല്ലാ ദിവസവും ഞാൻ എല്ലാ ഇതും കസേരയും എല്ലാം നന്നായിട്ട് നോക്കാറുണ്ട്. ബെഡൊക്കെ എപ്പോഴും അടിച്ചും കുടഞ്ഞും ഒക്കെ നോക്കും, എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ. ഒരു കുഞ്ഞ് മരിച്ചതും കൂടെ, അതും തലേണയുടെ അടിയിലൊക്കെ ഇരുന്നെന്ന് പറയുമ്പോഴേക്കും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ മോനെ കിടത്താൻ പോകുന്നതിന് മുന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പോയി കട്ടിലിൻ്റെ അടിയിലും ഒക്കെ നോക്കാറുണ്ട്, എന്തെങ്കിലും കയറിയിരിക്കുന്നുണ്ടോ. ഇവിടെ പൊതുവേ ഇങ്ങനെ ആൾക്കാരിങ്ങനെ അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ടൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തം എല്ലാം നന്നായിട്ട് തുടച്ചൊക്കെ എടുത്ത് വൃത്തിയാക്കിയൊക്കെ ഇപ്പോൾ ഇടാറുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് ബാത്റൂമും കൂടെ കഴുകാറുണ്ട്. പിന്നെ ബാത്റൂമും എപ്പോഴും മോനെ കയറ്റുമ്പോഴായാലും ആര് പോകുമ്പോഴായാലും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കണമല്ലോ നമ്മൾ എവിടെയാണ് ഈ സാധനം കയറി ചുരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വൃത്തിയില്ലായ്മ കൊണ്ടൊന്നും വന്ന് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് തന്നെ ഞാൻ
അതും വൃത്തിയാക്കി ഇടാറുണ്ട്. ഇപ്പം മൊത്തം വീട് എപ്പോഴും ക്ലീനാണ്, ഒന്നും വാരി വലിച്ചിടാറില്ല, തുണിയെല്ലാം മടക്കി അപ്പോൾ വെക്കാറുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇനിയും അലമാര കൂടെ എനിക്കൊന്ന് ഒതുക്കാനുണ്ട് കേട്ടോ, അപ്പോൾ അത് അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാത്റൂമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മോനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. കുളിച്ച് കയറിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായത്. ഇത്രയും സമയത്ത് ഒരു ചൂടും വെപ്രാളമൊക്കെ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് ഇച്ചിരി നല്ല കാറ്റ് ഇടയ്ക്കിടയ്ക്ക് വീശുന്നുണ്ടായിരുന്നു. ഉള്ളിൽ ഇച്ചിരി കൂടുതൽ ചൂടാണ്, കാരണം വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഈ ടെറസൊക്കെ നന്നായിട്ട് ചൂടായി പൊള്ളി കിടന്നിട്ട് പിന്നെ ആ ചൂട് താഴ്ന്ന അകത്തോട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മോനെ കൊണ്ട് കൂടുതലും പുറത്ത് മുറ്റത്തൊക്കെയാണ് നിൽക്കാറുള്ളത്. അങ്ങനെ കുറച്ച് സമയം മുറ്റത്തൊക്കെ പോയി ഞാൻ നിന്നപ്പോഴേക്കും കാറ്റുമില്ല. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും ചമ്മിനാർ അകത്തോട്ട് കയറി. പിന്നെ വീണ്ടും കുറേ സമയം വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് ഇത്രയും ജോലിയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ കുറേ സമയം വെറുതെ ഇരുന്നു. പിന്നെ ഒന്ന് സന്ധ്യയൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് ജനലൊക്കെ അടച്ച് പൂട്ടാമെന്ന് വിചാരിച്ചു. ജനലിപ്പം ചൂട് കൊണ്ട് നമുക്ക് പൂട്ടാനും പറ്റുന്നില്ല, എന്നാൽ തുറന്നിടാൻ പേടിയാണ്. ഞാൻ ഹാളിലെ ഒരു ജനൽ ഞാൻ എപ്പോഴും തുറന്നിട്ടേക്കും കിടക്കുന്നവരെ, എന്നിട്ട് ഞാൻ കണ്ണുന്നിട്ട് അങ്ങോട്ടിരിക്കും കേട്ടോ, എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ ഷീറ്റൊക്കെ മാറ്റിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ TV കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ. കിടക്കാനുള്ള സമയം ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാനും പിന്നെ വന്ന് TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. മോൻ്റെ ഫേവറേറ്റ് കാർട്ടൂണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.